മഹാഗുരു പരമ്പരയുടെ പദകമലങ്ങളിൽ വീണവണങ്ങട്ടെ. എല്ലാവർക്കും നമസ്കാരം. നടരാജഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള പലരും ഉണ്ടെന്ന് കമൻറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലായി. ഞാനും ഒരു നാളിൽ ഇങ്ങനെ നടരാജഗുരു എന്ന് കേട്ടപ്പോൾ അത് മഹാഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു എന്ന് കേട്ടപ്പോൾ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം എന്നിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നടരാജഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത്. പക്ഷേ അന്നേരം പലർക്കും അറിയില്ല, ആർക്കും അത്ര കാര്യമായിട്ട് നടരാജഗുരുവിനെ അറിയില്ല. ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിൻസിപ്പളാണ് നടരാജഗുരുവിലേക്കൊരു ചൂണ്ടുപലക പോലെ കാട്ടി തന്നത്, ഇങ്ങനെ ഒരു ഗുരു ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അന്നേരം അദ്ദേഹം എപ്പോഴും ക്ലാസ്സിലെടുക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് മുനിനാരായണ പ്രസാദിനെ അറിയുമോ? അപ്പോൾ ഗുരു മുനിനാരായണ പ്രസാദ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, അന്ന് എനിക്കൊട്ടും അറിയില്ല. അങ്ങനെ ഇരിക്കലാണ് ഞാൻ ഏതോ ഒരു പത്രത്തിൽ വന്നൊരു ലേഖനം ഗുരുവിൻ്റെ വായിച്ചത്. അങ്ങനെയാണ് കുട്ടികളിലൊരു ഗുരുകുലം ഉണ്ടെന്നും മുനിനാരായണ പ്രസാദ് എന്ന് പറയുന്ന ഗുരു നാരായണ ഗുരു പരമ്പരയിൽ വരുന്ന ഗുരുവാണെന്നും ഒക്കെ അങ്ങനെ പിന്നെ ഗുരു നിത്യചൈതന്യയെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ലോ കോളേജിലെ പ്രിൻസിപ്പാൾ ചോദിക്കുകയായിരുന്നു, നിങ്ങൾക്ക് മുനിനാരായണ പ്രസാദിനെ അറിയുമോ? ഇല്ല, അറിയില്ല. ഓ, അത് ശരി. മുനിനാരായണ പ്രസാദ് വേദാന്തമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ലളിത വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും ഗുരുവായിട്ടിരിക്കുന്ന ഗുരു നിത്യചൈതന്യതി, അപ്പം നിത്യഗുരുവും പ്രസാദ് ഗുരുവും നടരാജഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്. ആ പരമ്പരയിൽ വരുന്ന സമയത്ത് നടരാജഗുരുവിന് ശേഷം ഗുരു നിത്യചൈതന്യതയാണ് വരുന്നത്. അപ്പം അതിന് ശേഷം വന്ന ഗുരുവാണ് മുനിനാരായണ പ്രസാദ്. പക്ഷെ മുനിഗുരു ഗുരുവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ മുനിനാരായണ പ്രസാദ് ഗുരുവിനെ തന്നെ മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഗുരുവിൻ്റെ അന്തരംഗമൊക്കെ മനസ്സിലാക്കുക പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനും മുകളിലിരുന്ന നിത്യചൈതന്യതയെ മനസ്സിലാക്കാൻ എത്ര പ്രയാസമായിരിക്കും. നിത്യചൈതന്യതിക്കും ഗുരുവായിരിക്കുന്ന മുനിഗുരുവിനും നിത്യഗുരുവിനും ഒക്കെ ഗുരുവായിട്ടിരിക്കുന്ന നടരാജഗുരുവിനെ മനസ്സിലാക്കാൻ പലപ്പോഴും പാടുപെട്ട കഥകൾ ഈ മുനിഗുരുവും നിത്യഗുരുവും പറയുന്നുണ്ട്. അത്രയും ടഫായിട്ടുള്ള അത്രയും ഡെപ്തായിട്ടുള്ള ഒരു മഹാഗുരുവാണ് നടരാജഗുരു. നടരാജഗുരുവിൻ്റെ കൂടെയൊക്കെ ശിഷ്യത്വം സ്വീകരിച്ച് പോകുന്ന സമയത്ത് പല അനുഭവങ്ങളും, ഈ യാത്ര എന്നൊക്കെ പറഞ്ഞ ചില കൃതികളുണ്ട് നിത്യചൈതന്യതി ഗുരു എഴുതിയ. അതിനകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അനുഭവങ്ങൾ ഗുരുവും ശിഷ്യനും എന്നൊക്കെ പറഞ്ഞൊക്കെ ഒത്തിരി ബുക്സിനകത്തൊക്കെ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. നിത്യഗുരുവൊക്കെ അത് പ്രസാദ് ഗുരു റിവീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടഫായിട്ടുള്ള പറയാറുണ്ട്, ഈ മിലരേബയുടെ ഗുരുവിനെ പോലെയാണെന്ന്. മിലരേബ എന്ന് പറഞ്ഞൊരു സന്യാസി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പോലെയൊക്കെയാണ്, വളരെ റഫ് എന്നൊക്കെ. നടരാജഗുരു വളരെ ദയാലുവായ ഒരാൾ തന്നെയാണ്. പക്ഷേ ഗുരുവിൻ്റെ റഫ്നെസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിക്ക് അപ്പുറത്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ നടരാജഗുരുവിനെ തന്നെ മനസ്സിലാക്കാനായിട്ട് അറിയാവുന്നവർ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നടരാജഗുരുവിനും ഗുരുവായിട്ടിരിക്കുന്ന മഹാഗുരുവിനെ മനസ്സിലായെന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നത്. കേരളത്തിൽ അതോട് ആരെങ്കിലും ചോദിച്ചു, എൻ്റെ ഇടയ്ക്ക് ഒരു വർക്കലക്കാരൻ പറയണം, നാരായണ ഗുരു, നമ്മുടെ നാരായണ ഗുരു നമുക്കറിയാം എവിടെ എന്ന് പറയും. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മളെത്ര നാളുകൊണ്ട് അന്വേഷിക്കുന്നു ഈ ഗുരുവിനെ, ഒരു എത്തുമ്പടി കിട്ടാതെ നടക്കുന്നത് നമ്മൾ. അപ്പോഴാണ് അവർ പറയുന്നത് അവർക്കറിയാം, പടമൊക്കെ കണ്ടിട്ട് അറിയാം. ചിലപ്പോൾ അവരുടെയൊക്കെ അപ്പൂപ്പന്മാർ കണ്ടിട്ടുണ്ടായിരിക്കും, വടി കുത്തി പിടിച്ചിട്ട് വെള്ളവസ്ത്രം ധരിച്ചിട്ട് ഒരു സാധു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ആവുന്ന കാലത്ത് നടന്നുപോയി, വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ വടിയും കുത്തി പിടിച്ച് നടന്നു, മനുഷ്യനെ രക്ഷിക്കാനായിട്ട്, ലോകത്തിന് ഗുണം ചെയ്യാൻ. അതുകൊണ്ടാണ് മന്നാശാൻ പാടിയത്, അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ്സും വവസ്സും ഒക്കെ തപസ്സും ഒക്കെ ബലി ചെയ്തു എന്ന് പറയുന്നു. വയ്യായിരുന്ന കാലത്ത് വടിയും കുത്തിപ്പിടിച്ച് നടന്ന് ലോകത്തെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി നടന്ന ഒരു മഹാഗുരു. ഇവരെ ആ പരമ്പരയിലുള്ള ഇങ്ങേറ്റത്ത് നിൽക്കുന്ന ഗുരുവിനെ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ പറയുന്നത്, ആ ഗുരു നാരായണ ഗുരുവിനെ ഞങ്ങൾക്ക് അറിയാവുന്ന, ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അല്ലേ, അനുഭവം കൊണ്ട് നമുക്കറിയില്ല ഗുരു ആരാണെന്ന്. അത്രയും വലിയ ഗുരുവാണ്, മഹാഗുരുവാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, നടരാജഗുരുവിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് അന്വേഷിച്ച് പോകുമ്പോഴാണ്, നടരാജഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നാരായണ ഗുരുവിൻ്റെ മഹത്വം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പം നാരായണ ഗുരുവിനെ എന്താണ് എന്നുള്ളത് പുറം ലോകത്തെ അറിയിച്ചത് നടരാജഗുരുവാണ്. പലരും ചെറിയ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടാകും, പക്ഷെ ഇന്ന് ലോകം നാരായണ ഗുരുവിനെ, ഈ
ഈ ഭൂമി അവിടുത്തെ ഈ നാട് വിട്ട് അപ്പുറത്തുള്ള മനുഷ്യരുമൊക്കെ ഈ മഹാഗുരുവിനെ അറിയുന്നത് നടരാജഗുരുവിലൂടെയാണ്. നടരാജഗുരുവാണ് പുറം ലോകത്തേക്ക് നാരായണ ഗുരുവിൻ്റെ മഹത്വം എത്തിച്ചത്. അപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 തരത്തിലുള്ള സ്വത്തുക്കളാണ് നാരായണ ഗുരു നമുക്ക് തന്നത്. അതിലൊന്ന് മഹത്തായ ജ്ഞാനസമ്പത്ത്, രണ്ടാമത് കുറച്ച് ഭൗതിക സമ്പത്ത്. ഭൗതിക സമ്പത്ത് എന്ന് വെച്ചാൽ ഗുരുവിനോട് ഭക്തി തോന്നിയ ആൾക്കാർ, ഗുരുവിനോട് സ്നേഹവും ആരാധനയും അടുപ്പവും വിധേയത്വം ഒക്കെ തോന്നിയ ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഗുരുവിന് കൊടുത്താൽ അത് നല്ല കാര്യത്തിന് വേണ്ടി ആയി തീരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഈ മഹാഗുരുവിന് എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗുരു അത് വേണ്ട പോലെ ഒരു കുഴപ്പവും വരാതെ സമൂഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമെന്ന് ഉറപ്പ് വന്ന ആൾക്കാർ അത് ഗുരുവിന് അവരുടെ വിലയേറിയ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഗുരുവിന് വിട്ടുകൊടുത്തിട്ടുണ്ട്, ഗുരുവിന് സമർപ്പിച്ചിട്ടുണ്ട്, ദക്ഷിണയായിട്ടും സംഭാവനയായിട്ടൊക്കെ. അതാണ് ഈ ഭൗതിക സ്വത്തുക്കൾ. അത് ഇന്നത്തെ വിലയ്ക്ക് ചിലപ്പോൾ ഒരു 1000 കോടിക്ക് അടുത്തൊക്കെ വരുന്ന സ്വത്തുക്കൾ കാണും എല്ലാം കൂടെ. പിന്നെ തന്നതാണല്ലോ ജ്ഞാനസമ്പത്ത്. ഈ ജ്ഞാനസമ്പത്ത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വലിയ കഥയുണ്ട്. ഈ ഭാരതത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ബ്രഹ്മസൂത്രം, അതെഴുതിയത് വ്യാസഭഗവാനാണ്. പിന്നെ ഭഗവത്ഗീത, പിന്നീട് ഉപനിഷത്തുക്കളാണ്. ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത് വേദത്തിൻ്റെ കോറാണ്. അപ്പോൾ വേദം വ്യാസഭഗവാൻ വരുന്നതിന് മുമ്പുള്ളതാണ്. വ്യാസൻ വേദത്തെ 4ആയിട്ട് പകുത്ത് ക്രോഡീകരിച്ച് വെച്ചു, അക്ഷരവൽക്കരിച്ച് വെച്ചു, അത് റിട്ടേൺ ഡോക്യുമെൻ്റ് ആക്കി എന്ന് വേണേൽ പറയാം. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഉപനിഷത്തുക്കൾ. അപ്പം അങ്ങനെ 3 കാര്യങ്ങളും സംഭാവന ചെയ്തത് വ്യാസഭഗവാൻ തന്നെയാണ്. അതിനുശേഷം പിന്നീട് ഈ ഭാരതത്തിലൊരു ആളിനെ സന്യാസിയായിട്ടോ ഗുരുവായിട്ടോ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഈ ദശോപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും വ്യാഖ്യാനം ചമയ്ക്കണം. അങ്ങനെ വ്യാഖ്യാനം ചമച്ചെങ്കിൽ മാത്രമേ അവരെ ഗുരുവായിട്ടോ അല്ല സന്യാസിയായിട്ടോ അങ്ങനെയൊക്കെ അംഗീകരിക്കുകയുള്ളൂ, മറ്റുള്ളവർ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഈ ശങ്കരാചാര്യരൊക്കെ ഇതിന് വ്യാഖ്യാനം ചമച്ച് അവസ്ഥയിലെത്തിച്ചത്. അപ്പം നാരായണ ഗുരു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനൊന്നും വ്യാഖ്യാനം ചമയ്ക്കാൻ പോയില്ല. ഭൗതികതയ്ക്ക് പകരം ആത്മോപദേശം എഴുതുന്നു, ബ്രഹ്മസൂത്രത്തിന് പകരം വേദാന്ത സൂത്രം എഴുതി, ഉപനിഷത്തുക്കൾക്ക് പകരം ഉപനിഷത്തിന് സമാനമായ കൃതികൾ എഴുതുന്നു അതിൻ്റെ കോർ വെച്ചിട്ട്. ഒരു ഉപനിഷത്ത് മലയാളത്തിലേക്ക് ആക്കി തരുകയും ചെയ്തു, ഈശാവാസ്യ ഉപനിഷത്ത്. ഗുരു ഇതിനൊന്നും വ്യാഖ്യാനം ചമയ്ക്കാൻ പോയില്ല. ഈ അനുകമ്പദശകത്തിൽ പറയുന്നുണ്ടല്ലോ, സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു ഈ അനുകമ്പയാണ്ടവൻ. ഇപ്പോൾ പലരെക്കുറിച്ചും ചോദിക്കണം, ഇവരാണോ അനുകമ്പയാണ്ടവൻ, ഇവരാണോ അനുകമ്പയാണ്ടവൻ, ഇവരാണോ അനുകമ്പയാണ്ടവൻ, ഈ ആളുകളൊക്കെ തന്നെയാണോ അനുകമ്പയാണ്ടവർ, ഇങ്ങനെ ചോദിക്കുകയാണ്. ആണെന്ന് ഗുരു പറയുന്നില്ല, ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സരളമായ അദ്വൈതത്തിന് ഭാഷ്യം ചമച്ച വ്യക്തിയായിട്ടാണ് ശങ്കരാചാര്യരുടെ അതിനകത്ത് കാണുന്നത്. അപ്പം അദ്ദേഹത്തിന് സരളമായി വ്യാഖ്യാനം ചമച്ച ആൾ. അപ്പോൾ അദ്വൈത വേദാന്തം എന്ന് പറയുന്നത് വേദത്തിൽ കിടക്കുന്ന കാര്യമാണ്, വേദകാലം മുതലുള്ളതാണ്. അതിനു മുമ്പും ഉണ്ട്, പിന്നെ വേദത്തിലൂടെ റിവീൽ ചെയ്യപ്പെട്ടു, അക്ഷരവൽക്കരിക്കപ്പെട്ടു, ഇങ്ങനെ വരുന്നു. ഇത് ശങ്കരാചാര്യരുടെ അദ്വൈതമാണോ എന്ന് പലരും ചോദിക്കാറ്. ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെ മതം എന്ന് ഗുരു പറഞ്ഞത്. അത് ഈ സന്ദർഭവശാൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോ ചോദിക്കുന്നുണ്ട് ഗുരുവിൻ്റെ അടുത്ത്, ശങ്കരാചാര്യർ പറഞ്ഞ കാര്യം തന്നെയാണോ ഗുരു പറയുന്നത്, അതേ അദ്വൈതം തന്നെയാണോ എന്ന്. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ അദ്വൈതം അല്ലത്. ഇത് ഭാരതത്തിലുള്ളതാണ്, വേദകാലഘട്ടം മുതലേ ഉള്ള കാര്യമാണ് ഈ അദ്വൈത വേദാന്തം എന്ന് പറയുന്നത്. ആ അദ്വൈത വേദാന്തത്തെ തന്നെയാണ് ശങ്കരാചാര്യരും കൊണ്ടുവന്നത്, അതിന് ഭാഷ്യം ചമച്ചിട്ട് കൊണ്ടുവന്നത്. ആ സാധനം തന്നെയാണോ ഗുരുവിൻ്റെ കയ്യിലിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെ മതം എന്ന് പറഞ്ഞപ്പോൾ ആ അദ്വൈത വേദം തന്നെയാണ് ഞാനും പറയുന്നത്, വേറെ ഒന്നും അല്ല എന്നാണ് ഗുരു. അപ്പോൾ അതിനർത്ഥം ശങ്കരാചാര്യരാണ് ആദ്യമായിട്ട് വേദാന്തം ഉണ്ടാക്കിയെന്ന് വലിയ പറഞ്ഞു വരുത്തുന്നത് അല്ല. ശങ്കരൻ കൊണ്ടുനടന്നാണോ എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോഴാണ് അതേ ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെ മതം എന്നാണ് പറയുന്നത്, പേരെടുത്താണ് പറയുന്നത്. ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. അപ്പോൾ അദ്വൈത വേദാന്തം ഇങ്ങനെ അനസ്യൂതം തുറന്നുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മസൂത്രത്തിലൂടെയും വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും ഭഗവത്ഗീതയിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ വ്യാസന് ശേഷം ഇത് ഇത്ര ക്ലാരിറ്റിയോടെ അവതരിപ്പിച്ചിട്ടുള്ള നാരായണ ഗുരുവാണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. വേദവ്യാസന് ശേഷം കേരളവ്യാസനാണ് ഗുരു.
എന്ന് പറയുന്നുണ്ട്. ഗുരുവിന് പറയാറുണ്ട് കേരള വ്യാസനാണിത്. എന്തെന്ന് വെച്ചാൽ അത്രയും ക്ലാരിറ്റിയോട് കൂടി പിന്നീട് വേദാന്തം പുനരവതരിപ്പിക്കുന്നത് നാരായണ ഗുരുവാണ്. ഇത്രയും ക്ലാരിറ്റിയോട് കൂടി. അത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദവ്യാസൻ എഴുതിയത് ആ കാലഘട്ടത്തിലാണ്, അല്ലെ? 5108 അല്ല 1125 50 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അതിനുശേഷം കാലം ഒരുപാട് മാറി, ശാസ്ത്രയോഗമായി പുതിയ ശാസ്ത്രങ്ങൾ വന്നു, പഠനങ്ങൾ വന്നു, അറിവുകൾ പുതിയതായിട്ടുണ്ടായി. അപ്പം ആ ഇന്നത്തെ ശാസ്ത്രം പഠിച്ച യുവത്വത്തിന് അല്ലെ ആ മനസ്സിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ വേദാന്തം പുനരാവിഷ്കരിക്കുകയാണ് നാരായണ ഗുരു ചെയ്യുന്നത്. അതുകൊണ്ടാണ് നടരാജ ഗുരു പറയുന്നത് നാരായണ ഗുരു റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ് വേദാന്ത എന്ന്. അങ്ങനെ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, വേദാന്ത റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ് എന്ന്. അപ്പോൾ റീവാല്യൂ ചെയ്ത് പുനരാവിഷ്കരിച്ച് വീണ്ടും കണ്ടെടുത്തിട്ട് വീണ്ടും അവതരിപ്പിക്കുകയാണ് നാരായണ ഗുരു. ആർക്ക്? ആധുനിക ശാസ്ത്ര യുഗത്തിന്, ആധുനിക മനസ്സിന്, ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അദ്വൈത വേദാന്തം വീണ്ടും അവതരിപ്പിക്കുകയാണ്. അതാണ് ഗുരു ചെയ്ത കാര്യം എന്ന് പറയുന്നത്. അത് ശങ്കരൻ്റെ വേദാന്തം എന്നല്ല എൻ്റെ അർത്ഥം. അദ്വൈത വേദാന്തം എന്ന് പറയുന്നത് അപരുഷയമാണ്, അറിവ് അപരുഷയമാണ്. അത് ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റില്ല. ആ അറിവിനെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് തരികയാണ്. അപ്പം അങ്ങനെ 2 തരത്തിലുള്ള സ്വത്തുക്കളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഗുരു ഉണ്ടാക്കി വെച്ച ഭൗതിക സ്വത്തിൽ കണ്ണു വെച്ചുകൊണ്ട് അർത്ഥാർത്ഥികളായിട്ടുള്ള ആളുകൾ ഇതിനുവേണ്ടി ഇത് കൈക്കലാക്കാൻ വേണ്ടിയുള്ള മത്സരം അതിന്ന് നടക്കുന്നുണ്ടല്ലോ. കിടമത്സരം നടക്കുകയാണ്, കിടന്നടിയിടുകയാണ്. അടിയിട്ടും ആദിമസത്ത ഉള്ളതല്ല എന്നൊക്കെ ഗുരു പറയുന്ന പോലെ ഈ ഭൗതിക സ്വത്തുക്കൾ ഭരിക്കാനും അത് കൈക്കലാക്കി വെക്കാനും അതിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ട് ഇതിനുള്ള ജീവിതം, യലോക ജീവിതം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടാനും എന്ന് ഗുരു പറയാറില്ലേ ഗദ്യ പ്രാർത്ഥന. അതേപോലെ കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു പോകാനായിട്ട് ചില ആൾക്കാരിങ്ങനെ വന്ന് കൂടുന്നുണ്ട്, ആ സ്വത്തുക്കൾ ഭരിക്കാനായിട്ട്, മത്സരത്തിന് നിന്ന് അത് അവിടെ സൂചിച്ച് ജീവിക്കാനായിട്ടൊക്കെ കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാഗുരു ആർജിച്ച ജ്ഞാനസമ്പത്തിൻ്റെ കാര്യത്തിൽ സ്ഥിതി വേറെയാണ്. അവിടെ പക്ഷേ തിരക്കൊന്നുമില്ല, ആർക്കും വേണ്ട, ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നാണ് ആൾക്കാർ വിചാരിച്ചത്. അപ്പം അവിടെ ഒരു മത്സരവും ഇല്ലാതെ അതിങ്ങനെ ഈ ഗുരുവിൻ്റെ ആ ഒരു ഭൗതിക സമ്പത്തിൻ്റെ ഇതിന് ആളുകളുണ്ടായപ്പോഴും ആധ്യാത്മികമായി മഹാജ്ഞാനത്തിൻ്റെ ആ സമ്പത്തിന് പിന്നെ പകരക്കാരനാകാൻ, അല്ല അത് പകരാൻ, അല്ല അതിൽ പെടാനായിട്ട്, അത് ഏറ്റെടുക്കാനായിട്ട് ആരുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത് ഗുരുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. നാരായണ ഗുരുവിന് നന്നായിട്ട് അറിയായിരുന്നു ഇത് ആൾത്തിരക്കില്ലാത്തൊരു സംഭവമാണ്, ആൾക്കൂട്ടമൊന്നും വരില്ല. അപ്പം ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളുടെയിലാണല്ലോ കൊടുക്കേണ്ടത്. ഈ ജ്ഞാനസമ്പത്ത് കൊടുക്കേണ്ടത് അതിന് യോഗ്യരായിട്ടുള്ള ഒരാളുടെയിലാണല്ലോ. ചുമ്മാ കുരങ്ങൻ്റെ ഈ പൂമാല എന്ന് പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റുന്ന അതല്ലല്ലോ. അപ്പോൾ ഗുരു അങ്ങനെയാണ് ഈ നടരാജ ഗുരുവിനെ സെലക്ട് ചെയ്യുന്നതും. തമ്പി നമുക്ക് ആരുമില്ലാതെ പോയല്ലോ, തമ്പി കാണുമോ എന്ന് ചോദിക്കുന്ന കാര്യം ഞാനൊരു വീഡിയോ കഴിഞ്ഞ് ചെയ്തല്ലോ. അപ്പം അത് പിന്നെ നടരാജപുരിലേക്ക് കൈമാറുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നു. നാം തമ്പി കാണുമോ എന്ന് ചോദിക്കുമ്പം ഞാനുണ്ട് എന്ന് നടരാജഗുരു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നടരാജഗുരുവിലേക്ക് ജ്ഞാനം ഗുരു അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് നാരായണ ഗുരുവിനെ സ്ഥാപിച്ച് ലോകം മുഴുവൻ ഉള്ള കാര്യങ്ങളിലേക്ക് പോയത്. നടരാജഗുരു 1923 നാരായണ ഗുരുകുലം സ്ഥാപിക്കുന്നത്. അത് ഇതിനു വേണ്ടിയാണ്. ഈ ഒരു ജ്ഞാനസമ്പത്ത് എങ്ങനെ സമൂഹത്തിലേക്ക് കൊടുക്കണം, അതിനായിട്ടൊരു വഴി കണ്ടെത്തണമല്ലോ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് കൂലങ്കഷമായിട്ട് ഗുരു വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടത്തി. എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടതെന്ന് അത് ഗുരുവിൻ്റെ കൈ വന്ന് ചേർന്ന ഒരു വലിയൊരു എന്താ പറയുന്ന ഉത്തരവാദിത്വമാണല്ലോ. ഇത് നിസ്സാര കാര്യമല്ലല്ലോ. അതിൻ്റെതായിട്ടുള്ള ഇത് നാരായണ ഗുരുവാണ് ഈ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഗുരു തന്നിരിക്കുന്ന ജ്ഞാനസമ്പത്താണ്. അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഒരു കോട്ടം തട്ടാതെ സമൂഹത്തിന് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത നടരാജഗുരുവിന് വളരെ അലട്ടിയിരുന്നത്. എങ്ങനെയാണിത് കൊടുക്കേണ്ടത്? അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാരംഭമായിട്ട് ഒരു കാര്യം ചെയ്തതാണ് ഈ നാരായണ ഗുരുകുലം എന്ന ഈ നാരായണ ഗുരു എന്നുള്ള പേരിൻ്റെ കൂടെ കുലം എന്നൂടെ ചേർത്തിട്ട് നാരായണ ഗുരുകുലം എന്ന് പേരിട്ടുകൊണ്ട് ഒരു പ്രസ്ഥാനം ഊട്ടിയിൽ മലനിരയിൽ ഗുരുവിൻ്റെ ഒരു ഭക്തൻ ദാനം കൊടുത്ത ഭൂമിയിലാണ് അത് 1923 സ്ഥാപിക്കുന്നത്. അത് ക്രമേണ പിന്നെ ഗുരു നിത്യചൈതന്യത്തിലേക്ക് വരുന്നു. പിന്നീട് അത് ഗുരു മുനിനാരായണ പ്രസാദിലേക്ക് വരുന്നു. അങ്ങനെ ഈ സത്യാന്വേഷികൾക്കൊരു വിളക്കായിട്ട് ഈ ഗുരുപരമ്പര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഗുരുകുലവും കണ്ടിന്യൂ ചെയ്യുന്നു. ഗുരുകുലം പലയിടത്തും വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നടരാജ ഗുരു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വേദോപനിഷത്തുകളിൽ, പിന്നെ ഗീതയിൽ, അതുപോലെയുള്ള ദർശന സൂത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അമൂല്യമായ തത്വങ്ങൾ ഒരു പൊതുവായ പ്രതിപാദന സമ്പ്രദായം ഉപയോഗിച്ച് തികച്ചും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ കൂടി അടുക്കോടും മുറയോടും കൂടി പറഞ്ഞു കൊടുക്കണം. അതാണ് നടരാജ ഗുരു എടുത്ത ഒരു പ്ലാന്. ഈ പഴയ നമ്മുടെ പൗരുഷേമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അനാദിയായിട്ടിരിക്കുന്ന ഈ സനാതന ധർമ്മത്തിൻ്റെ അതിലാണല്ലോ ഇതെല്ലാം ഉള്ളത്. അപ്പം ആ ഒരു മഹത്തായ ജ്ഞാനം ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ, അതിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ അടുക്കോടും ചിട്ടയോടും കൂടി ഇത് വ്യക്തമായിട്ട് പുതിയ ജനറേഷന് പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കും. അതാണ് ഏറ്റവും വലിയ ദൗത്യം. ഗുരു പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ്, പഴയ കാര്യങ്ങൾ തന്നെയാണ് ഗുരു റീവാല്യൂ ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പക്ഷെ മോഡേൺ മൈൻഡിന് പറ്റുന്ന രീതിയിൽ, മനസ്സിന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കണം. അതൊരു വലിയ ഹെർക്കുലിയൻ ടാസ്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന കൊണ്ടൊരു ഇതാണ്. ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയല്ലേ, ആരും ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. അപ്പം അതാണ്. പിന്നെ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്നത് എന്താണ്? ഇത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇല്ലാതായി പോകും. ഇത് വ്യക്തമായ രീതിയിൽ പുതിയ ജനറേഷന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും ജനതയ്ക്ക് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും. പുതിയ ജനറേഷന് ഇപ്പം ഞാനും പലരോടും സംസാരിക്കുമ്പം അദ്വൈത എന്താണ്, അങ്ങനെ ഒരു സാധനം ഉണ്ടോ, അത് അങ്ങാടി മരുന്നാണോ നാട്ടുമരുന്നാണോ എന്ന് പോലും അറിയാൻ വയ്യാതെ, പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് നമുക്ക് കാണാം. ഇപ്പോൾ ഗുരുവിൻ്റെ മേഖലയിൽ തന്നെ കാണാം. ഇത് എത്ര ബോറിംഗ് ആയിട്ടാണ് ഈ വേദാന്തം അവതരിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ കൃതികളൊക്കെ അവർ ക്ലാസ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞിരുന്നു ഉറങ്ങാത്ത എന്തുകൊണ്ട് എന്നാണ്. ഉറങ്ങാതിരിക്കാൻ ഒരു കാരണം പറയുമോ എന്ന് ചോദിക്കേണ്ടി വരും. എത്ര അവശ്യതയോടെയാണ് അവർ ഈ ഗുരുവിൻ്റെ ദർശനം പറയുന്നത്. നടരാജൻ പറയേണ്ടത് കോട്ടൺ സൂട്ട് വിട്ടിട്ട് വളരെ മോഡേൺ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശാസ്ത്രമാണിത്. അല്ലാതെ ഇത് അവശ്യവേദാന്തമല്ല, ഇത് ചാരുകസര വേദാന്തമല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്, ജീവിക്കുന്ന ശാസ്ത്രമാണ്. ഇത് പുതിയ ജനറേഷന് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് പകരം ചില ആൾക്കാർ ഇന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി ഇരുന്ന് കരഞ്ഞുകൊണ്ട് കൂവിയിരുന്ന് പറയേണ്ട കാര്യങ്ങളല്ല. ചിലരൊക്കെ ക്ലാസ് നിങ്ങൾ കാണാൻ എത്ര ബോറിംഗാണ് ഈ ഗുരുവിൻ്റെ കൃതികളൊക്കെ അവതരിപ്പിക്കുക. ഇങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടത്? ഇത് ജീവിക്കുന്ന ശാസ്ത്രമാണ്, തീർത്തുറന്ന് അവതരിപ്പിക്കണം. ഇത് വളരെ ഡൈനാമിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. വളരെ ലൈവായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രയും കൃത്യമായിട്ട് ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെയാണ് വന്നിട്ട് പഴയ രീതിയിൽ ചാരികസരം എന്താണെന്ന് കേട്ടുന്നവനും കൂട്ടുക വരും, പറയുന്നവനും കൂട്ടുക വരും. വന്നില്ലെങ്കിൽ എന്തേ വരാത്തത് കൂട്ടുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പലത്. എത്ര ബോറിംഗ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് ഗുരുവിൻ്റെ ദർശനം. നടരാജ ഗുരു പറയാനുണ്ട്, എത്ര ഡൈനാമിക്കാണിത്, എത്ര പ്ലസന്റ് ആയിട്ട് അവതരിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഗുരു പറഞ്ഞു വെച്ചിരിക്കുക. അത്ര സിമ്പിളായിട്ട് അത് പിന്നെ നമ്മുടെ ആധുനിക മനഃശാസ്ത്രം പഠിച്ച പിള്ളേർക്ക് ഇത്ര കാര്യത്തോടാണ് ഗുരു അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്തില്ലെങ്കിൽ ഇത് അസ്തമിച്ചു പോകും, ഇതില്ലാതായി പോകും. ഇത് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം. ആളുകൾ പറയാറില്ല നാരായണ ഗുരു സാമൂഹിക പരിഷ്കർത്താവ്. അപ്പൊ സാമൂഹിക പരിഷ്കർത്താവിന്റെ നിലയിൽ കൊണ്ടൊന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഗുരുവിനെ. അതൊന്നും അല്ല ഗുരുവിൻ്റെ റിലവൻസ്. ചരിത്രപരമായ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്, അങ്ങനെ തന്നെ കാണണം. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് ഗുരുവിൻ്റെ മഹത്തായ വേറെ സംഭാവനകളുണ്ട്. അതിനൊന്നും ആരും ശ്രദ്ധ അതിലേക്ക് പോകുന്നില്ല. സാമൂഹിക പരിഷ്കരണം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഈ ദർശനമായിട്ട് വെച്ച് നോക്കിയാൽ 5% മാത്രമേ അതിന് റിലവൻസ് ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഈ 95% വേറെ കാര്യങ്ങൾ ഗുരു ചെയ്തിട്ടുണ്ട്. ഗുരു വീണ്ടെടുത്തെന്നാണ് ഈ അറിവിനെ ഈ 10,000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവതരിപ്പിക്കുകയാണ്. അത്രയും വലിയ കാര്യം ഗുരു ചെയ്ത് വെച്ച് ഇനി വരും കാലത്ത് ഗുരുവിനെ അറിയപ്പെടുന്ന അങ്ങനെയാണ്, ദാർശനികൻ. വീണ്ടും അവതരിപ്പിച്ചു തന്ന ഭാരതത്തെ രക്ഷിച്ച ആളാണ് ഗുരു. അത് പിന്നീട് വരെയുള്ളൂ, ഇപ്പം അറിയില്ല ആർക്കും. 100 വർഷമായി ഗുരു, 100 വർഷം ആകുന്നു ഗുരു ഭൗതികദേഹം വെടിഞ്ഞിട്ട്. ആ 100 വർഷം ആകുന്നേ ഉള്ളൂ. ഇനി എത്രയോ കിടക്കുന്നു സമയം ഗുരുവിൻ്റെ കാലം വരാനായിട്ട്. ഇനി വരും ഗുരുവിൻ്റെ കാലം വരാൻ പോകുന്നതാണ്. അപ്പൊ ആ വേദാന്തത്തിന്റെ പാരമ്പര്യം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഗുരു ചെയ്തിട്ടുള്ളത്. ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദർശനങ്ങളെ ക്രോഡീകരിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെ അനുഭൂതികമാക്കി സാക്ഷാത്കരിക്കാൻ വേണ്ടി 50 വർഷം ഗുരു ചെലവഴിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 years ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്, നാരായണ ഗുരു ചെലവഴിച്ചിട്ടുണ്ട് ഈ സർവ്വദർശന സമന്വയത്തിൻ്റെ കാര്യത്തിന് വേണ്ടി. അത് ദർശനമാലയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ ദർശനങ്ങളെയും കൊണ്ടുവന്ന് ഒരേ സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ പെരുന്തച്ചൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 4 വഴിക്ക് നിന്നും ഈ കഴുക്കോല് കൊണ്ടുവന്നിട്ട് മുകളിലോട്ടൊരു തെള്ള് തള്ളുമ്പോൾ അതൊരു വലിയ കൂമ്പിനകത്തേക്ക് പോകും. മേളിൽ ഇരിക്കുന്ന ആ ഒരു കൂമ്പുണ്ടല്ലോ,
ആ കൂമ്പിനകത്ത് ഒരുമിച്ച് ചെന്ന് കയറി ലോക്കാകും, പിന്നെ അത് ഊരാൻ പറ്റുകയില്ല. അതേപോലെയാണ് ഗുരു ചെയ്യുന്നത്. ഈ 10 വഴിക്കൂടെ ഒരേ സത്യത്തെ നോക്കി കാണുകയാണ്. അപ്പൊ 10 വഴികൾ ഒരിടത്ത് ചെന്ന് കയറുകയാണ്. അതിനെ സമന്വയിപ്പിക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് വേണ്ടി 50 വർഷം ഗുരു തപസ്സിരുന്നുണ്ട്. 50 വർഷമാണ് ഗുരു അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. മുഴുവൻ ഗുരു ഈ സാമൂഹ്യപരിഷ്കരണ പ്രവർത്തനങ്ങളുമായിട്ട് ഗുരു ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഗുരുവിന്റെ ഉള്ളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ 50 വർഷം നാരായണ ഗുരു ചിലവഴിച്ചു. അതേപോലെ തന്നെ 50 വർഷം നടരാജ ഗുരുവും ചിലവഴിച്ചു. എന്തിന്? ഈ ദർശനം പഠിച്ച് അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ നടരാജ ഗുരുവും തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷം ചിലവഴിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പം പറയുന്നത് എന്താണ്? ഒരു 100 വർഷം ഒരു ഗുരുവും ശിഷ്യനും കൂടി ചെയ്ത തപസ്സിന്റെ ഫലം ഒരിക്കലും വിഫലമാകില്ല. നടരാജ ഗുരു പറഞ്ഞാണ്, 100 വർഷം ഒരു ഗുരുവും ശിഷ്യനും കൂടെ ചെലവാക്കിയ ആ ഒരു അതുണ്ടല്ലോ കർമ്മം, അത് വിഫലമാകില്ല. അപ്പൊ അതാണ് നാരായണ ഗുരുകുലങ്ങളിലൂടെ അത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് 50 വർഷം മഹാഗുരുവും 50 വർഷം നടരാജ ഗുരുവും കൂടെ ചെയ്ത തപസ്സിന്റെ ഒരു ഫലമാണ് ഈ ദർശനം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നാരായണ ഗുരുവിന്റെ ദർശനം കറവറില്ലാതെ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ, അതിൽ താല്പര്യമുള്ളവർക്കൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള സിസ്റ്റം ഉണ്ടാക്കി വെച്ച്, അത് 2 മഹാഗുരുക്കന്മാർ 100 വർഷം ചെയ്ത തപസ്സാണ്. ഈ വേറൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗുരു ചെയ്ത സാമൂഹിക പരിഷ്കരണ പ്രക്രിയയിലൂടെ വ്യക്തികൾക്കും സമൂഹത്തിനുമൊക്കെ ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിവർത്തനങ്ങളുടെ എല്ലാം ഹേതു എന്താണ്, അതിൻ്റെ രഹസ്യം എന്താണ്, ഈ പരിവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗുരുവിനെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കോറെന്ന് പറയുന്ന ഗുരുവിൻ്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനരഹസ്യമാണ്. ഗുരു കണ്ടെത്തിയ സത്യമാണ് ഗുരുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഗുരു എന്താണ് ആർജിച്ചെടുത്തത് അത് ഹിഡനാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഗുരു കത്തിച്ചു വെച്ച വിളക്കിൻ്റെ പ്രകാശമാണ് ചുറ്റിനും പരന്നുകൊണ്ട് എല്ലായിടവും പ്രകാശം എത്തിയത്. അപ്പോൾ ആ മഹാസത്യം എന്ന് പറയുന്നത് അത് ഹിഡനായിട്ടിരിക്കുകയാണ്. അതാണ് ഗുരുവിൻ്റെ ജ്ഞാനസമ്പത്ത് എന്ന് പറയുന്നത്. ആ ജ്ഞാനസമ്പത്ത് ഗുരുവിലുള്ളത് കൊണ്ടാണ്, ആ ദർശനം ഗുരുവിലുള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തെ ഗുരു വളരെ നിഷ്പ്രയാസം പരിഷ്കരിച്ചത്. ഗുരു പരിഷ്കരിച്ചത് അങ്ങനെയാണ്. ആ ഉള്ളിലുള്ള മഹാസത്യമാണ് ഗുരുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഗുരു ആർജിച്ചെടുത്ത ആ സത്യമാണ് ഈ സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ മറ്റുള്ള സാംസ്കാരികമായ കാര്യങ്ങളാണെങ്കിൽ എല്ലാ രീതിയിലും ഗുരുവിന്റെ ഇൻഫ്ലുവൻസ് വരുത്തുന്ന അതാണ്, ആ സത്യമാണ്. അപ്പോൾ ഗുരു സാമൂഹിക പരിഷ്കൃതമാണെന്ന് പറയുമ്പോൾ സാമൂഹിക പരിഷ്കരണം ഗുരുവിൽ ചെയ്തത് എന്തുകൊണ്ടാണ്? ഗുരു ആർജിച്ചെടുത്ത ആ സത്യത്തിന്റെ പ്രതിഫലനമാണത്. ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന മഹാജ്ഞാനത്തിന്റെ പ്രതിഫലനമാണ് ഈ കണ്ടതല്ല. അപ്പൊ അതിനെയാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ സത്യത്തിന്റെ സഹജമായ ആവിഷ്കാരങ്ങളായിരുന്നു ഗുരുവിന്റെ വാക്കുകളിലും ചിന്തയിലും പ്രവൃത്തികളിലും ഒക്കെ പുറത്തോട്ട് ഒഴുകി വന്നത്, അതിലൂടെയൊക്കെ പുറത്തേക്ക് ഒഴുകി വന്നതാണ്. അങ്ങനെ വ്യക്തികളും സമൂഹവും ഒക്കെ സ്വയം മാറ്റപ്പെട്ടു. ഗുരുവിന്റെ ആ ഇൻഫ്ലുവൻസിലാൽ അല്ല ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം എന്ന രീതിയിൽ നമ്മളെല്ലാം മാറ്റപ്പെട്ട് നമ്മൾ ഇന്നിവിടെ വരെ എത്തിയിരിക്കുന്നു. അപ്പൊ ഗുരു ചെയ്ത പ്രവർത്തനങ്ങൾ മുഖാന്തരമാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അതിപ്പോൾ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം, അതെന്റെയാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്നിരുന്നതാണ്. അതായത് ഗുരു നമ്മളെ ഇത്രയും ആക്കി തന്നു. ഇപ്പൊ പലരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്ന വീട്ടിലൊക്കെ വെച്ച് ആരാധിക്കുന്ന പടങ്ങളൊക്കെ കണ്ടു വെച്ച് നമുക്ക് ചിരി വരും. ഈ ഗുരു ഉഴുതു മറിച്ച് വിത്തുവായി കിളിച്ച് തന്നിട്ട് അവിടെ വിളകൊയ്യാൻ വരുന്ന വേറെ ടീമുകളാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, കായംകുളമാണ്, ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ ചിരിച്ചോണ്ടിരിക്കുന്നൊരു ഫോട്ടോ, സൈഡിലോട്ട് നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാ? അത് ഇന്ന ആളാണ്, ഇതാണ് പുള്ളി യോഗയുടെ ആളാണ്, ശ്വാസം ഇങ്ങനെ വലിച്ചു പിടിക്കും വിടും, അതിൻ്റെ പരിപാടിയുടെ ആളാണ്. എത്ര കൊടുത്ത്? 900 രൂപ, 900 റുപ്പീസ് കൊടുത്തിട്ട് പുള്ളിയുടെ കോഴ്സിന് ചേർന്നിട്ട് അദ്ദേഹത്തോടുള്ള ആരാധന കാരണം കൊണ്ടുവച്ചിരിക്കുക. നാരായണ ഗുരു യോഗയെക്കുറിച്ച് പറഞ്ഞതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ നയിക്കുന്ന ഈ ഒരു ജീവിതത്തിലേക്ക്, ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ എത്തിച്ച് ഇങ്ങനെയാണോ? അല്ലെ നിങ്ങളുടെ തലമുറ, അല്ലെ നിങ്ങളുടെ ജനറേഷനെ, അല്ലെ നിങ്ങളുടെ സമൂഹത്തെ ഇവിടെ വരെ ഇത്രയും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുതന്ന ഇങ്ങനെയാണോ? അതല്ല. ആരത്? അത് ഇന്ന ആളാണ്, ഗുരുവാണ്. എന്നിട്ട് ഗുരുവിൻ്റെ പടം ഇവിടെ. അത് പക്ഷെ എന്താ ചെയ്തെന്നറിയാം, ആ മനുഷ്യൻ, എൻ്റെ സുഹൃത്ത് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ എന്ത് ചെയ്ത്, എടുത്ത് അരട്ടിപ്പിടിച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഗുരുവിൻ്റെ ഇത്ര എടുത്ത് വെച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. ഇത് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ഗുരുവിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിവൊന്നുമില്ല, ഞാൻ തുടങ്ങിയ സമയത്താണ്.
എനിക്ക് അറിയാവുന്ന ദൈവദശകമാണ്. നാരായണ ഗുരുവിന് കുറച്ച് കൃതികളൊക്കെ അറിയത്തുള്ളൂ. ഗുരുവിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല, ഒരു പൊട്ടനാണ്. അപ്പോൾ ആ സമയത്താണ് ഈ സംഭവം. ഇങ്ങനെ പലരുടെയും വീട്ടിലെ ഫോട്ടോ ഞാൻ മാറ്റിച്ചിട്ടുണ്ട്. ഞാൻ മാറ്റിച്ചല്ല, ഞാൻ അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ സ്വയം എടുത്ത് മാറ്റി. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ പലരും ഇങ്ങനെ ചിരിച്ചോണ്ട് കളിച്ചോണ്ടിരിക്കും. നാരായണ ഗുരുവിൻ്റെ ചിരിച്ചോണ്ടിരിക്കുന്ന ഏതെങ്കിലും ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഗുരു ചിരിക്കാത്തത്? ഗുരുവിന്റെ പല ചിത്രങ്ങളുണ്ട്. എല്ലാത്തിലും ഗുരു വളരെ ഗൗരവമായിട്ടായിരിക്കുന്നത്. യോഗ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. യോഗസ്ഥനായ നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിക്കുന്ന ഗുരു. അങ്ങനെയുള്ള ഗുരുവിന്റെ ചിരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ പലരും ചിരിച്ചും ഇങ്ങനെ പല്ല് കാണിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങോട്ട് നോക്കുന്നു, ചിലർ ഇങ്ങോട്ട് നോക്കുന്നു, ചിലർ കൈ വെക്കുന്നു, ചിലർ കെട്ടിപ്പിടിക്കുന്നു, ചിലർ തുള്ളുന്നു. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ ആൾദൈവങ്ങളെന്ന് പറഞ്ഞ് കുറേ എണ്ണം. അവരെല്ലാം ഗുരുവിനെ മറന്നു. നമ്മൾ ഗുരുവിനെ മറന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ വലിയ വലിയ എന്താ പറയുന്നത്, വലിയ പുള്ളികളൊക്കെയാണ് ഇപ്പൊ വീട്ടിൽ കയറി ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എലിയും പൂച്ചയൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി, മൂട്ടയൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി. ഗുരു മാറിക്കഴിഞ്ഞപ്പോ അവിടെ നമ്മളിരിക്കേണ്ടടുത്ത് നമ്മളിരുന്നില്ലേ, അവിടെ നാ കയറി ഇരിക്കും എന്ന് പറയുന്ന പോലെ ഗുരുവിനെ വെക്കേണ്ടടുത്ത് ഗുരുവിനെ വെച്ചില്ലെങ്കിൽ അവിടെ വേറെ എല്ലാം കയറിയിരിക്കും. നമുക്ക് ഈ അവസ്ഥ കൊണ്ട് തന്നത് ഇവരാരും അല്ല, നമ്മുടെ കാശടിക്കാനാണ് ഇവർ വരുന്നത്. ഗുരു ഉണ്ടാക്കി തന്ന നമ്മുടെ സ്വാതന്ത്ര്യം, സ്വതന്ത്രത, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകൂ, പ്രവൃത്തരാകൂ, സംഘടിച്ച് ശക്തരാകൂ. അതുപോട്ടെ ഈ ഇത്രയും സാഹചര്യങ്ങൾ ഗുരുവിൻ്റെ വിയർപ്പാണ്, ഗുരുവിൻ്റെ കഷ്ടപ്പാടാണ്, ഗുരുവിൻ്റെ അനുകമ്പയാണ്, ഗുരുവിൻ്റെ കാരുണ്യത്തിലാണ് നമ്മുടെ ജീവിതം. അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പല ആൾക്കാരെയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കോമഡിയാണ് തോന്നിയിട്ടുള്ളത്, സഹതാപമാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, കണ്ണു പിടിച്ചിരിക്കുന്നു. എന്തൊക്കെയാ കാണിക്ക് കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. കഷ്ടമാണ്. എനിക്ക് ഐ ഫീൽ പിറ്റി ഫോർ ദം. പോട്ടെ. അപ്പോൾ നാരായണ ഗുരുവിലൂടെ സംഭവിച്ച ചരിത്രപരമായ ഈ മാറ്റങ്ങളുടെ എല്ലാം കോറെന്ന് പറയുന്ന ഗുരു കണ്ടെത്തിയ ദർശനമാണ്, അല്ലെ ഗുരുവിൻ്റെ സത്യമാണ്, ഉള്ളിലിരിക്കുന്ന മഹാസത്യമാണ്. അപ്പം നമ്മുടെ ശ്രദ്ധ എവിടാ പതിയേണ്ടത്? ആ സത്യത്തിലേക്കാണ് പോകേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മുടെ ശ്രദ്ധ ആഴത്തിൽ പതിയേണ്ടത് നാരായണ ഗുരുവിലൂടെ സംഭവിച്ച ചരിത്ര സംബന്ധിയായ പരിവർത്തനങ്ങളിലൂടെയും കേവല വൈകാരിക ഭക്തിയിലൂടെയും സാമുദായികതയുണ്ടല്ലോ, ഇവിടെ ജാതി വ്യവസ്ഥതയുണ്ടല്ലോ. ഇപ്പം ഗുരുവിനെ വെച്ചുകൊണ്ട് ജാതിക്കാർ ഒരുപാട് കളിക്കുന്നുണ്ടല്ലോ, ചില പ്രത്യേക ജാതിക്കാർ. അപ്പം അങ്ങനെയുള്ള തുച്ഛമായ മണ്ഡലത്തിലാണോ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്? ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരി തന്നെ, സാമൂഹ്യപരമായ കാര്യങ്ങളുണ്ട്, സാമുദായികപരമായ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിലൊക്കെയാണോ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്? ഇവിടെ കൊണ്ട് നിന്നാൽ മതിയോ? അങ്ങനെയുള്ള തുച്ഛമായ കാര്യങ്ങളിലാണോ വേണ്ടത്? അല്ല, മറിച്ച് എന്താ വേണ്ടത്? ഇതിനെല്ലാം മൂലകാരണമായി വർത്തിച്ച ആ സത്യദർശനത്തിലേക്ക് തന്നെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്, അല്ലേ? ഗുരു എന്ത് സത്യമാണോ കണ്ടെത്തി ആ സത്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം, അതിലേക്ക് പോകണം. അതാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെ അതിലേക്ക് പോകുന്നത്? ആ സത്യം തന്നെയാണല്ലോ ഗുരുവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഗുരുവിൻ്റെ കൃതികളിലൂടെ. ഗുരു കണ്ടെത്തിയ വിവരം വളരെ കൃത്യമായിട്ട് ഒരു എററും ഇല്ലാതെ, ഒരു തെറ്റും ഇല്ലാതെ കൃത്യമായിട്ട് എഴുതാൻ ഗുരുവാകുന്ന മഹാകവിക്ക് പറ്റിയെന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ദർശനം കിട്ടിയവരൊക്കെ കവിയാകണമെന്നൊന്നുമില്ല, കവികൾക്കൊക്കെ ദർശനം കിട്ടണമെന്നില്ലല്ലോ. ഈ ഗുരുവിൽ സംഭവിച്ച ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഗുരു ഒരു 62ഓളം മേഖലകളിൽ വിദഗ്ധനായിരുന്നു എന്നാണ് പറയുന്നത്. എക്സ്പെർട്ട് എന്ന് പറയില്ല, ഇത്രയും ശ്രേഷ്ഠമായ ഒരു തലത്തിലായിരുന്നു ഗുരു. അത് പറയാം പിന്നീട്, എനിക്ക് വേറെ വീഡിയോയിൽ പറയാതെ. അപ്പോൾ ഈ ഗുരു കണ്ടെത്തിയ കാര്യങ്ങളെ ഗുരു വളരെ സുന്ദരമായിട്ട് എഴുതി വെക്കാൻ ഒരു കഴിവ് ഗുരുവിനുണ്ടായിരുന്നു. ഗുരു ഒരു മഹാകവി ആയതുകൊണ്ട്. ആരോ പറഞ്ഞായിരുന്നു, നാരായണ ഒരു ഫുൾ ടൈം കവിയാകായിരുന്നത് വലിയൊരു നഷ്ടമായിപ്പോയി. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ വേറെ മഹാകവികളൊന്നും ഉണ്ടാകത്തില്ലെന്ന് എഴുതി വെച്ചത് തന്നെ എത്രയോ ഇതാണ്. നടരാജൂരി ഇതൊക്കെ വായിക്കുമ്പോൾ കണ്ണു കരഞ്ഞുകൊണ്ട് പറയാം, എന്താ ഇത് എഴുതി വെച്ചിരിക്കും, തനിത്തങ്കമാണിത് പറയാം. ഗുരുവിൻ്റെ ഓരോ വരികൾ നമ്മളൊരു നിലപെട്ട് നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു എന്ന് പറഞ്ഞ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും 4 വരിയിലാക്കി അവിടെ വെച്ചതേ കിടക്കുന്നു. ആത്മോപദേശ അദ്ദേഹത്തിൽ ലോകത്തുള്ള എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. നിലപെട്ട് നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറിടുന്നു ഇതേ കിടക്കും. ലോകത്തുള്ള സർവ്വം ഇനിയുണ്ട് ഒരുപാട്. പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം.
അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ വരിയിലാക്കി വെക്കാൻ ആർക്കാ പറ്റുന്നത്? ഈ വീട്ടിൽ ഫോട്ടോ എടുത്ത് വല്ലവരും വെച്ചിട്ടുണ്ട്, ഇവരോട് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു 4 വരി എഴുതി തരാമോന്നും ചോദിച്ചു നോക്ക്. ഇച്ചിരി പാടാ, ചോദിക്കണ്ട. അപ്പം ഈ ഗുരു തന്ന ഈ കൃതികളിലേക്ക് തിരിയാതെ നമുക്ക് ഗുരു ഉൾക്കൊണ്ട സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഗുരു ആഗ്രഹിച്ച തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമോ? ഗുരു എന്ത് ഉദ്ദേശത്തിലാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. വിദ്യ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വിദ്യ തന്നെയാണ്. ആ ആധ്യാത്മികതയിലൂടെ നിങ്ങൾ പ്രബുദ്ധതയിലേക്ക് എത്തിച്ചേരുക, അല്ലെ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക, നിങ്ങൾ സ്വതന്ത്രരാകുക, അല്ലെങ്കിൽ എൻലൈറ്റഡ് ആകുക, അല്ല ജ്ഞാനികളായി തീരുക. അപ്പം ജ്ഞാനികളായി തീരാനായിട്ട് ഈ വിദ്യയാണ് തന്നിരിക്കുന്നത്. ഗുരു എഴുതി തന്ന വിദ്യകൾ, അതിൻ്റെ ദാർശനിക കൃതികൾ. അപ്പം അതിലേക്ക് പോകാതെ പറ്റില്ല. ഗുരു എന്ത് സത്യത്തെ അറിഞ്ഞു അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ദാർശനിക കൃതികൾ ഗുരു എഴുതി തന്നിട്ടുണ്ട്, അതിലൂടെ പോവുക, അല്ലേ? ഒരു ഭൗതികമായി നമ്മുടെ കൂടെ പോയില്ല, ആധ്യാത്മികമായ ഗുരു ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? നാം ശരീരമല്ല, അറിവാകും. അറിവാണ് എഴുതി തന്നിരിക്കുന്നത്. ഇനി ശരീരമില്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? ജന്മം പറഞ്ഞ ദാരിദ്ര്യം, രോഗം അതൊന്നും നമ്മളെ തീണ്ടുകയില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ബാധകമല്ല. നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. പൊലികയും വലിയത് കണ്ടുപോയിടണം, അല്ലേ? ഇതിങ്ങനെ ഉദിച്ചു തന്നെ ഇരിക്കുകയാണ്, പൊലിയുന്ന പരിപാടിയില്ല എന്നാണ് ഗുരു പറയുന്നത്. അപ്പം നാരായണ ഗുരു നമ്മെ പഠിപ്പിച്ച അറിവിൻ്റെ അത്യുന്നതമായ പാഠനങ്ങളും മലീമസമാകാതെ, അത് പൊള്ളൂട്ടഡ് ആകാൻ പാടില്ലല്ലോ, വളരെ ക്ലിയറായിട്ട് കൊടുക്കണം. മലീമസമാകാതെ അതിൻ്റെ പരമാവധിയിൽ ശുദ്ധരൂപത്തിൽ ആധുനിക ശാസ്ത്രത്തിന് ചേരും വിധം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? അതായത് ഗുരു പഠിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് കറപുരളാതെ ഇന്ന് ശുദ്ധരൂപത്തിൽ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആരാണ്? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഈ അന്വേഷകന് കിട്ടുകയുള്ളൂ. ഈ ചോദ്യം ചോദിക്കുന്ന അന്വേഷകന് മുന്നിൽ കിട്ടുന്ന ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിന് കിട്ടുന്ന ഒരൊറ്റ ഉത്തരം നടരാജഗുരു. അതെ, നടരാജഗുരു എന്ന് പറയുന്ന ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ലോകത്തിൻ്റെ നെറുകയിൽ നാരായണ ഗുരുവിൻ്റെ ദർശനം എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സാക്ഷാൽ നടരാജഗുരു മാത്രമാണ്. നന്ദി, നമസ്കാരം.